ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നതിലുപരി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള, എനിക്കെല്ലാം കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റുന്ന പ്രിയപ്പെട്ട രമേശൻ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മളെ മുഖ്യാതിഥി എന്നാണ് ടീച്ചറെ ഇന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ടീച്ചർ ഇപ്പോഴും പ്രധാന അധ്യാപിക തന്നെയാണ്. ഒരു 3 മാസക്കാലം മെയ് 31 വരെ ടീച്ചർ പള്ളിയം സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക തന്നെയായിരിക്കും. പക്ഷേ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ടീച്ചർക്കൊരു യാത്രയയപ്പ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് യാത്രയയപ്പ് സംഘടിപ്പിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമല, അതുപോലെ BPC തുളസി മാഷ്, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖനായിട്ടുള്ള മുരളിയേട്ടൻ, ശ്രീധരേട്ടൻ, ഇപ്പോഴുള്ള PTA പ്രസിഡന്റ് സുരേഷ്, അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രിയപ്പെട്ട ശ്രീകാന്ത മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപികമാർ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മറ്റ് PTA മദർ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PTA കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ചില അവസരങ്ങൾ ഒരു കാവ്യശകലമുണ്ട്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്നു ഭാഷ ഇത് പൂർണ്ണമിങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ. അല്ല, അങ്ങനെ ഒരു കാവ്യശകലമുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോൾ അതാണ് ആലോചിച്ചത്, എന്ത് പറയണം. കാരണം തെങ്ങി നിറഞ്ഞ സദസ്സാണ്. ഒരു പ്രാസംഗിക എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൊതുയോഗമാണെങ്കിൽ എനിക്ക് കുറേയധികം ദീർഘിച്ച് സംസാരിക്കാം. പക്ഷേ ഇതല്ല വേദി. ഈ വേദി നമ്മുടെ കുഞ്ഞുമക്കൾ മരുതായിനെ വന്ന് കലാപരിപാടികളെല്ലാം പഠിപ്പിച്ച, ഞാൻ വരുമ്പോൾ തന്നെ കുട്ടികളെല്ലാം മേക്കപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് പരിചയമുള്ളൊരു മുഖവും കൂടി ഉണ്ട്, മരുതായുള്ള ദേവകീച്ചി. അവരടക്കമുള്ള കുട്ടികളടക്കം അവിടെ മേക്കപ്പെല്ലാം ചെയ്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജസ്റ്റ് ടീച്ചർക്ക് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. വേദിയിലിരിക്കുന്ന ആളുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഒരു യാത്രയയപ്പ്, വാർഷികാഘോഷം മാത്രമല്ല ഒരു യാത്രയയപ്പ് ചടങ്ങ് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ പള്ളിയം സ്കൂളിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ആ പ്രത്യേകത നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. നോക്കൂ, എത്രയോ സ്കൂളുകളിൽ വാർഷികാഘോഷത്തിന് പോയി. ഇവിടെ ഒരു ആൺകുട്ടി വന്നിട്ടാണ് പ്രാർത്ഥന ചൊല്ലിയത്, അല്ലേ? പലപ്പോഴും പ്രാർത്ഥനയെല്ലാം പെൺകുട്ടികളുടെ, അതൊരാൾ മാത്രമല്ല 2-3 ആളുകളുടെ ഒരു അവകാശമായി കൊണ്ടു നടന്നിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ആ കുട്ടി ചൊല്ലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രമാത്രം അക്ഷരസ്ഫുടതയോടെ, മറ്റ് ദൈവസ്തുതിക്ക് അപ്പുറത്തേക്ക് സാഹോദര്യത്തിൻ്റെ മേന്മ വിളിച്ചറിയിക്കുന്ന രീതിയിൽ, ജാതിയുടെ വേർതിരിവുകളില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ വർത്തമാനകാലത്ത് ജീവിക്കണം എന്ന രീതിയിലേക്കുള്ള വരികളെ കോർത്തിണക്കിക്കൊണ്ട് ആ കുഞ്ഞുമോൻ ഇവിടെ വന്ന് പ്രാർത്ഥന ചൊല്ലുകയാണ്. അതൊരു മാറ്റമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതൊരു മാറ്റം തന്നെയാണ്. ആ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച ഓരോ വരികളും ഒരു മാറ്റത്തിൻ്റെ നാന്തി കുറിച്ചുകൊണ്ടുള്ള വരികളാണ്. അതിലെല്ലാം ഇവിടുത്തെ അധ്യാപികമാർക്കെല്ലാം, ടീച്ചേഴ്സിനെല്ലാം നല്ല പങ്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ രമേശ മാഷ് സൂചിപ്പിച്ചതുപോലെ, ഞാൻ അന്ന് മുതലാണ് ജെസി ടീച്ചറെ കൂടുതൽ ആരാധിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ നമുക്ക് കുറേയേറെ വിദ്യാലയങ്ങളുണ്ട്, കുറേയേറെ ടീച്ചേഴ്സിനെല്ലാം നമുക്കറിയാം. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആകെ 3 ഗവൺമെൻറ് LP സ്കൂൾ എന്ന രീതിയിൽ നമുക്ക് 3 സ്കൂളാണത്, ഒരു ഗവൺമെൻറ് UP സ്കൂളാണുള്ളത്. ബാക്കി 5 എണ്ണവും ഇതുപോലെ മാനേജ്മെൻറ്റ് സ്കൂളാണ്. പക്ഷേ ആ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ്, അതിൻ്റെ നിർമ്മാണം എങ്ങനെ നടന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ടീച്ചറുടെ ഒരു പങ്ക് അതിൽ എത്രത്തോളം വലുതാണ്. ഇവിടെയുള്ള ടീച്ചർമാർ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നായാലും ഏത് രീതിയിലായാലും ഒരു തുക വിനിയോഗിക്കുകയാണ് അതിനു വേണ്ടി. അങ്ങനെ അവർ തുക വിനിയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കമ്മിറ്റികൾ, രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ നാട് മുഴുവൻ നടന്നുകൊണ്ട് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിന് നിർമ്മാണത്തിന് വേണ്ടി തുക വിനിയോഗിക്കുകയാണ്. നമ്മളിപ്പോൾ ശുചിത്വ മേഖലയിലെല്ലാം ചിലപ്പോൾ സ്കൂളുകൾക്ക് ഗ്രാമപഞ്ചായത്തിന് ഒരു ഇത്ര ശതമാനം എന്ന രീതിയിലേക്ക് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കും. നമുക്ക് സ്വതവേ അങ്ങനെ സാധിക്കില്ല. പക്ഷേ അങ്ങനെ നമ്മളൊരു ആശയം പറയുമ്പോഴും ചില ആളുകളിൽ നിന്ന് വരുന്നൊരു കമൻറ്റ്, മാനേജ്മെൻറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചിലവഴിക്കുന്നത്, ആ രീതിയിലേക്ക് മാനേജർ ചെയ്യില്ലേ എന്ന രീതിയിലേക്ക്. പക്ഷേ അവിടെയാണ് നമ്മുടെ ടീച്ചർമാർ അവരുടെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയൊരു വിദ്യാലയത്തിൻ്റെ ഒരു ബിൽഡിങ് തന്നെ പണി കഴിപ്പിക്കുന്നത്. അതൊരു വലിയൊരു മാറ്റമാണ്.
ആ മാറ്റം എന്നൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടെങ്കിൽ അത് നിർമ്മിച്ചില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശമ്പളം കൃത്യമായി കിട്ടും. പക്ഷേ ഈ നാട്ടിലെ കുട്ടികളെ സ്വന്തം മക്കളായി കരുതിയത് കൊണ്ടാണ് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. അപ്പോൾ അതിലെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നത്, പ്രിയപ്പെട്ട ജെസി ടീച്ചർക്ക് വലിയൊരു പങ്കുണ്ട്. ടീച്ചർ അതിൻ്റെ എന്താ പറയണ്ടേ ഒരു കീ പോസ്റ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ എല്ലാം പരിണിത ഫലം എന്ന രീതിയിൽ തന്നെയാണ്. അല്ല, ഇന്ന് ടീച്ചറെ ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു, സ്കൂളിലേക്ക് വന്നാൽ ഒന്ന് വേഗം എവിടെയും ഒന്നിരിക്കാമല്ലോ. എനിക്കിന്ന് 6 മണി വരെ കണ്ണൂരിൽ സെമിനാർ ഉണ്ടായിരുന്നു. ഉച്ചക്കാണ് രമേശ മാഷ് വിളിക്കുന്നത്. ശ്രീമതി എന്ന് തന്നെയാണ് എന്നെ വിളിക്കുക. നിങ്ങൾ കൃത്യം 6 മണിക്ക് എത്തണം, 6:30 അപ്പുറം പോകാൻ വേണ്ടി പാടില്ല. ഞാൻ മാഷോടുള്ള ആ ഒരു സൂചകം എന്ന രീതിയിൽ മാഷത് പറഞ്ഞപ്പോൾ ജെസി ടീച്ചറുടെ ഒരു യാത്രയയപ്പ് കൂടിയാണല്ലോ എന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ടീച്ചറെ യാത്ര അയക്കുന്നതിന് ടീച്ചർ വീട്ടിൽ പോയി വരുമ്പോൾ ആനയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അല്ലേ, അത് ടീച്ചർ കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു തിരിച്ചു കൊടുക്കലാണ് അവിടെ കാണുന്നത്. ഈ ജനാവലിയും അതിന് തന്നെയാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുത്താൽ, അങ്ങോട്ടേക്കൊരു കരുതൽ കൊടുത്താൽ അത് തീർച്ചയായും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് അതിനുള്ള ഉദാഹരണമാണ്. ആ രീതിയിലേക്ക് ടീച്ചർ ഈ നാടിനെ സ്നേഹിച്ചു. ഞാൻ ടീച്ചറോട് ചോദിച്ചു, 36 വർഷമെന്ന് പറയുന്നത് ചുരുങ്ങിയ കാലയളവല്ല അല്ലേ? ടീച്ചർ 88-ലാണ് ഈ വിദ്യാലയത്തിൽ ചേർന്നത്. 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് എന്ന് പറയുന്നത് പാവാടപ്രായത്തിലല്ലേ? നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ എല്ലാം കുട്ടിക്കാലം ഇപ്പോൾ എടുത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം പോയി കുരുത്തക്കേടും കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ടീച്ചർ ഇവിടെ അധ്യാപികയായി വരുന്നത്. അതിനോടുള്ള അത്രയധികം അർപ്പണ മനോഭാവം ഉള്ളത് കൊണ്ടാണ് നേരത്തെ രമേശ മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ തില്ലങ്കേരി എന്ന് പറയുന്നത് ഇന്നത്തെ മുഖമൊന്നും ആയിരുന്നില്ല. അന്ന് 30-35 വർഷങ്ങൾക്ക് മുമ്പ് തില്ലങ്കേരിയുടെ മുഖമൊന്നും ഇതായിരുന്നില്ല. നല്ല വഴികളുണ്ടായിരുന്നില്ല. എന്തിനേറെ പള്ളിയമ്മ സ്കൂളിന് ഒരു നല്ല ബിൽഡിങ് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പിന്നീട് ഇവിടുത്തെ ഒരാളായി ജീവിച്ചുകൊണ്ട് അല്ലേ 36 വർഷത്തെ ഏറ്റവും വലിയ പകലിൻ്റെ അളവുകൾ എടുത്ത് നോക്കിയാൽ ടീച്ചർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവും നമ്മുടെ വിദ്യാലയത്തിലായിരിക്കില്ലേ? ഇപ്പോഴത്തെ അധ്യാപകരൊന്നും 4 മണിക്ക് തിരിച്ചു പോകുന്നില്ല അല്ലേ? അവർ പല പല പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് രാത്രി ഒരു സന്ധ്യാസമയത്തേക്കാണ് വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സമയം ചെലവഴിച്ചൊരു പ്രദേശമാണ് പള്ളിയം പ്രദേശം എന്ന് പറയുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പള്ളിയം സ്കൂൾ എന്ന് പറയുന്നത് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് ഒരു അധ്യാപിക, ഒരു ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഒരു പ്രധാന അധ്യാപിക എന്ന രീതിയിലേക്ക് ടീച്ചർ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു യാത്രയയപ്പ് കൊടുക്കുമ്പോൾ അതേറ്റവും ഉചിതമായ രീതിയിൽ എത്രത്തോളം മനോഹരമാക്കാമോ അത്രത്തോളം മനോഹരമാക്കിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ, PTA-യുടെ നേതൃത്വത്തിൽ അത് മനോഹരമാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങളെ എല്ലാവരെയും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം 56 വയസ്സ് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് നടന്നേ പറ്റൂ. 56 വയസ്സാകുമ്പോൾ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇനിയും ഏറെക്കാലം ഒരു യൗവനകാലം തന്നെയാണ്. നമുക്കിപ്പോൾ കഴിഞ്ഞ തവണ കിലയിൽ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ യുനെസ്കോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് 80 വയസ്സ് വരെ വാർദ്ധക്യം എന്നത് ഒരു വാക്കേയല്ല എന്നാണ് പറയുന്നത്. 80 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നുള്ളൂ എന്ന് കരുതിക്കൊണ്ട് മനുഷ്യജീവിതങ്ങൾ അങ്ങനെ പോകുന്നു എന്നും കരുതണം എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ 56 വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും വാർദ്ധക്യമല്ല, ഒരു യൗവനത്തിൻ്റെ അതിതീഷ്ണമായ ആ സമയം തന്നെയാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന ഓരോ അവസരങ്ങളും ടീച്ചർ വിനിയോഗിക്കുമെന്ന ഉത്തമ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് തന്നെ പറയുന്നത് അല്ലേ, കേവലം നമ്മുടെ പാഠഭാഗങ്ങൾ പഠിക്കുക എന്നതല്ല. അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനൊരു നിർവചനമുണ്ട്. എന്താണ് നിർവചനം? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ സ്വതന്ത്രനായി പറന്നു വീഴുന്ന മനുഷ്യനിൽ അവനിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ പരിപോഷിപ്പിച്ചുകൊണ്ട് അല്ലെ ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള ഏറ്റവും വലിയ ഉത്തമ പൗരനാക്കി വളർത്തിയെടുക്കുക എന്നതിൻ്റെ ഒരു ഉപാധിയാണ്. അങ്ങനെ ഉത്തമ പൗരനാക്കി ഒരു മനുഷ്യ ജീവിയെ വളർത്തിയെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഉപാധികളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. തീർച്ചയായും ഈ 36 വർഷക്കാലം ടീച്ചർ വിദ്യയുടെ നന്മ പറഞ്ഞു കൊടുത്ത ബാലപാഠങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ടീച്ചർ ഇപ്പോൾ 3 തലമുറയെ കണ്ടു എന്നാണ് ടീച്ചർ പറയുന്നത് അല്ലേ. 3 തലമുറ മക്കളുടെ മക്കളിപ്പോൾ അംഗൻവാടിയിലേക്ക് വരികയാണ്. അത്രയധികം വർഷങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തുകൊണ്ട് ടീച്ചർ ഇവിടെ ജീവിക്കുകയായിരുന്നു എന്നത് വലിയ അഭിമാനമാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം. ടീച്ചർക്ക് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാത്രമേ ടീച്ചർ
പടിയിറങ്ങി പോകുന്നുള്ളൂ. ഇനിയും നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി. അപ്പോൾ വേറെ നാടാണെങ്കിലും അല്ലേ, നമ്മുടെ പള്ളിയത്തെ തില്ലങ്കേരിയെ എപ്പോഴും ഓർത്ത് മനസ്സിൽ വെക്കുക. നമ്മുടെ കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ടീച്ചർ തീർച്ചയായും ഇവിടെ ഓടിയെത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആ രീതിയിലേക്ക് പ്രിയപ്പെട്ട ജസറ്റ് ടീച്ചറുടെ പ്രവർത്തനം. അപ്പോൾ നേരത്തെ ആരൊക്കെയോ സൂചിപ്പിച്ചപോലെ ഒരു ഹിന്ദുക്കളുടെ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഞാൻ ആലോചിക്കുകയാണ്, ഓരോ സന്ദർഭങ്ങളും എത്ര മനോഹരമായാണ് നമ്മുടെ പ്രാർത്ഥനയിലേക്കെല്ലാം വന്നിട്ടുള്ളത് എന്ന്. ആ രീതിയിലേക്ക് നമുക്കെവിടെയും ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളില്ല. ആ ജാതി മത വേർതിരിവുകളില്ലാത്ത ഒരു ലോകത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പറന്നു വീഴണം. ആ ലോകത്ത് തന്നെ നമ്മുടെ മക്കൾ വളർന്നു വരണം. ആ രീതിയിലേക്കുള്ള എല്ലാ സാധ്യതകളും നമുക്കൊരുക്കിക്കൊടുക്കാൻ സാധിക്കണമെന്ന് മാത്രം എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നിവിടെ എനിക്ക് കുറേയേറെ കുഞ്ഞുമക്കളുടെ കലാപരിപാടികളെല്ലാം നടക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതോടൊപ്പം ജസറ്റ് ടീച്ചർക്ക് കുറച്ചധികം കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കാനുണ്ടാവും നമ്മുടെ നാടിനോട്, നമ്മുടെ മക്കളോട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ദീർഘിക്കുന്നില്ല. എല്ലാ നന്മകളും ടീച്ചർക്കും ടീച്ചറുടെ കുടുംബത്തിനും അല്ലേ, അതെല്ലാം ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോവുക ഈ തിരക്കിനിടയിലും. നാളെ ഇപ്പോൾ കൂടെ വന്ന മകൻ്റെ ഭാര്യ മകൾ തന്നെയാണ്, നാളെ പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ അവരിന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അതെല്ലാം വലിയൊരു പ്രാധാന്യമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്ന് കണ്ടുകൊണ്ട് ആ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത കൂടി ഈ തിരക്ക് പിടിച്ച ജോലി തിരക്കുകൾക്കിടയിലും ടീച്ചർക്ക് കാത്ത് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി വലിയൊരു കാര്യമായി ഞാൻ ഓർക്കുകയാണ്. എല്ലാവിധ നന്മകളും ജീവിതത്തിൽ എപ്പോഴും നന്മകൾ മാത്രം സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ടീച്ചർ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക്, ടീച്ചർ ഇടപഴകിയ ഈ പള്ളിയം പ്രദേശത്തെ തില്ലങ്കേരി നാട്ടിലെ ജനങ്ങൾക്കാകെ നന്മകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർഷികാഘോഷവും അതോടൊപ്പം ഏറ്റവും ബഹുമാനിയായ ജസറ്റ് ടീച്ചർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തത് റിപ്പോർട്ട് അവതരണമാണ്. സീനിയർ അസിസ്റ്റൻ്റായിട്ടുള്ള ശ്രീമതി രശ്മി ടീച്ചറെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചേച്ചി, അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി വിമലേച്ചി, നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച രമേശൻ മാസ്റ്റർ, തുളസി മാസ്റ്റർ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, PTA MPTA ഭാരവാഹികളെ, സഹ അധ്യാപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റ് ടീച്ചറെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒരു 20 വർഷത്തോളം ടീച്ചറുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഈ പള്ളിയം പ്രദേശത്തിൻ്റെ ഒരു വെളിച്ചമായി നിലനിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. ഇവിടെ പഠിച്ച് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മുടെ വിദ്യാലയത്തെ സ്നേഹിക്കുകയും വിദ്യാലയ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള അധ്യാപകർ സമൂഹത്തിൽ ചെലുത്തിയ മാറ്റവും അതുപോലെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റവും ഇതൊക്കെയാണ് ഈ സ്നേഹത്തിനും സഹകരണത്തിനും പിറകിൽ. ഇത്തരത്തിലുള്ള ഈ സ്നേഹവും സഹകരണവും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഏറെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. 36 വർഷമായി ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന ടീച്ചർ കേവലം ഒരു ജോലി മാത്രമായിട്ടല്ല, ഒരു സേവനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മൾ ഓരോ അധ്യാപകരെയും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ നല്ലൊരു നേതൃത്വപാഠം കാഴ്ചവെക്കാനും ഞങ്ങൾക്കെല്ലാം ഒരു ഉത്തമ മാതൃകയായി ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും സഹപ്രവർത്തകരെയും സ്നേഹത്തോടെ കരുതലോടുകൂടി ചേർത്ത് പിടിക്കാൻ എൻ്റെ പ്രിയ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും സർവേശ്വരൻ ആയുരാരോഗ്യം ടീച്ചർക്ക് നേർന്നു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. (2024-25) അധ്യയന വർഷം ജൂൺ 3-ാം തീയതി ആരംഭിച്ചു.
മെയ് അവസാന വാരത്തോടുകൂടി സ്കൂൾ പരിസര ശുചീകരണം, സ്കൂൾ ഫർണിച്ചർ വൃത്തിയാക്കൽ, കിണർ വൃത്തിയാക്കൽ ഇവ ചെയ്തിരുന്നു. ഈ അവധിക്കാലത്തെ ക്ലാസ് മുറികളും വരാന്തയും ടൈൽ പാകുകയും മുറ്റം ചെറുതാണെങ്കിലും മുറ്റത്ത് ഒരു പാർക്ക് പണിയുകയും ചെയ്തിരുന്നു. ഈ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു പ്രീ പ്രൈമറി കെട്ടിടം പണിയാനായത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. സ്കൂൾ പ്രവേശനോത്സവത്തോടൊപ്പം തന്നെ ഒരു കൊച്ചു വീട് പോലെയുള്ള പ്രീ പ്രൈമറി കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. സ്കൂൾ തുറക്കലിൻ്റെ മുന്നൊരുക്കമായി SRG, സ്റ്റാഫ് കൗൺസിൽ ഇവ പുനഃസംഘടിപ്പിക്കുകയും അധ്യാപകരുടെ ക്ലാസ് ചാർജ്, ചുമതലാ വിഭജനം, ടൈം ടേബിൾ രൂപീകരണം ഇവയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടികളും കാര്യക്ഷമമായി നടന്നു. സ്കൂൾ പ്രവേശനോത്സവം. ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർഡ് മെമ്പർ ശ്രീമതി വി വിമല ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ PTA, MPTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവാഗതരെ സമ്മാനങ്ങളും പൂക്കളും നൽകി സ്വീകരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, പാഠപുസ്തക വിതരണം, മധുര വിതരണം തുടങ്ങിയവുമുണ്ടായി. പരിസ്ഥിതി ദിനം. സ്കൂൾ തുറന്ന ഉടൻ തന്നെ എത്തിയ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ നടന്നു. പ്രത്യേക അസംബ്ലി, പ്രതിജ്ഞ, റാലി, ക്വിസ് ഇവയുമുണ്ടായി. സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നടുകയും വിദ്യാലയത്തിൻ്റെ പരിമിതമായ സ്ഥലത്തുള്ള പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ഭക്ഷണ പദ്ധതിയിലേക്ക് കുറച്ച് പച്ചക്കറിയെങ്കിലും നട്ടു നനച്ച് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് അഭിമാനം തന്നെയാണ്. വായനാ വാരാചരണം. ജൂൺ 19 വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചു. അതോടൊപ്പം സ്കൂൾ ലൈബ്രറിയുടെയും ക്ലാസ് ലൈബ്രറിയുടെയും പ്രവർത്തനം ആരംഭിച്ചു. 1000-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറി ഈ വിദ്യാലയത്തിന് സ്വന്തമായും ഉണ്ടെന്ന് അഭിമാനത്തോടെ അറിയിക്കട്ടെ. PTA, MPTA. ജൂലൈ 1 വിദ്യാലയത്തിൽ ചേർന്ന ജനറൽ ബോഡി യോഗം ഈ അധ്യയന വർഷത്തെ PTA മദർ PTA കമ്മിറ്റിക്ക് രൂപം നൽകി. 15 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റിയിൽ ശ്രീ സുരേഷ് TA പ്രസിഡന്റായും, ശ്രീ ഫൈസൽ PA വൈസ് പ്രസിഡന്റായും, ശ്രീമതി ഷർമിനിയെ ട്രഷററായും, ശ്രീമതി ധന്യ പ്രസാദിനെ മദർ PTA പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായി പിന്തുണ നൽകുന്ന PTA, MPTA കമ്മിറ്റി അംഗങ്ങളെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി. ജൂലൈ ആദ്യ വാരത്തോടുകൂടി ആരംഭിച്ച വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കുട്ടികളുടെ സ്വന്തം മേൽനോട്ടത്തിൽ നടക്കുന്ന വിദ്യാരംഗം കലാപരിപാടികൾ അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും കലാപരമായ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുമുള്ള വേദിയാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കുരുന്നുകൾ തിരഞ്ഞെടുത്ത സാഹിത്യ സൃഷ്ടികളുടെ സമാഹാരമായ ഇതൾ എന്ന കൈപുസ്തകം മാഗസിൻ ഇന്നിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും അറിയിക്കട്ടെ. ദിനാചരണങ്ങൾ. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്വാതന്ത്ര്യ സമര ക്വിസ്, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള റാലി, മധുര വിതരണം, കലാപരിപാടികൾ, സമ്മാനദാനം എന്നിവയുമുണ്ടായി. ജനപ്രതിനിധികളും രക്ഷിതാക്കളും പങ്കെടുക്കുന്ന പരിപാടി വേറിട്ട അനുഭവമായി. ഈ വർഷത്തെ ഓണാഘോഷവും ഏറെ വ്യത്യസ്തമായിരുന്നു. വിദ്യാലയത്തിൽ തന്നെ തയ്യാറാക്കിയ ഓണസദ്യയും പൂക്കളം തീർക്കലും കലാപരിപാടികളും ഒരുമയുടെ ആഘോഷമായി മാറി. ഉച്ചഭക്ഷണ പരിപാടി വിദ്യാലയത്തിൽ കാര്യക്ഷമമായി നടന്നു വരുന്നു. ജൂൺ മാസം മുതൽ ആരംഭിച്ച പദ്ധതിയിൽ ആഴ്ചയിൽ പാലും മുട്ടയും വ്യത്യസ്ത കറികളുമായി ഭക്ഷണം നൽകി വരുന്നു. വിദ്യാലയ തനത് പ്രവർത്തനങ്ങൾ. ഇംഗ്ലീഷ് ക്ലബ്, വായനാ പരിപോഷണം, ഗണിത മാഗസിൻ, ശാസ്ത്ര ക്ലബ്, LSS പരിശീലനം, പിന്നോക്കക്കാരുടെ പ്രത്യേക ക്ലാസ്, മലയാള തിളക്കം ഇവയെല്ലാമാണ് ഈ വർഷം ഏറ്റെടുത്ത തനത് പ്രവർത്തനങ്ങൾ. ഈ വർഷം അതോടൊപ്പം രക്ഷിതാക്കൾക്കായി വർണ്ണോത്സവം 2025 എന്ന പ്രത്യേക പരിപാടിയും നടത്തുകയുണ്ടായി. എല്ലാ മാസവും രക്ഷിതാക്കൾക്കായി നടത്തിയ പരിപാടിയുടെ സമ്മാനങ്ങളും ഈ അവസരത്തിൽ വിതരണം ചെയ്യുന്നതാണ്. നേട്ടങ്ങൾ. ഈ വർഷം നേട്ടങ്ങളുടെ ഒരു പിടി പൊൻതൂവൽ വിദ്യാലയത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇരിട്ടി ഉപജില്ല അറബിക് കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയം 2ാം സ്ഥാനം നേടുകയുണ്ടായി. ഇരിട്ടി ഉപജില്ലാ ശാസ്ത്രമേളയിൽ ചാർട്ട് നിർമ്മാണം, ലഘു പരീക്ഷണം, കലക്ഷൻ എന്നിവയിലും, ഗണിതശാസ്ത്രമേളയിൽ ജോമെട്രിക്കൽ പാറ്റേൺ, ഗണിത പസിൽ, നമ്പർ ചാർട്ട് എന്നിവയിലും
ഗണിത മാഗസിൻ നിർമ്മാണത്തിലും മികച്ച നേട്ടം കൈവരിക്കുകയുണ്ടായി. എൻഡോമെൻറ്റുകൾ 5ാം തരത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് EK കുഞ്ഞിരാമൻ മെമ്മോറിയൽ എൻഡോമെൻറ്റ്, ശ്രീമതി PV ലക്ഷ്മിയമ്മ മെമ്മോറിയൽ എൻഡോമെൻറ്റ് എന്നിവ നൽകി വരുന്നു. കൂടാതെ 4ാം തരത്തിലെ മികച്ച പെൺകുട്ടികൾക്ക് ശ്രീ ഗോപാലൻ മാസ്റ്റർ മെമ്മോറിയൽ എൻഡോമെൻറ്റും 1 മുതൽ 5 വരെ ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് ശ്രീ K രാമചന്ദ്രൻ മെമ്മോറിയൽ എൻഡോമെൻറ്റും നൽകി വരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയയപ്പും 107 വർഷത്തെ പ്രായമുള്ള നമ്മുടെ വിദ്യാലയ മുത്തശ്ശിയുടെ മക്കൾ രാജ്യത്തിനകത്തും പുറത്തുമായി ലോകത്തിൻ്റെ പല കോണുകളിലായി ജീവിത വിജയം നേടി മുന്നേറുന്നു. ഇവരെയെല്ലാം ഒന്നിച്ചു കൂടുന്നത് വളരെ ശ്രമകരമാണെങ്കിലും ഇന്നിവിടെ ക്ഷണിച്ചവരെല്ലാം ഒന്നു ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയായി. അത് ഒരു വിജയമാക്കാൻ പരിശ്രമിച്ച ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇന്ന് യാത്രയയപ്പ് നൽകുന്ന പ്രധാന അധ്യാപിക ജസ് ടീച്ചറെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ടീച്ചർക്ക് സർവ്വവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും തരുന്ന നാട്ടുകാർ, PTA, MPTA അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത്, BRC, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, മാനേജർ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. തുടർന്നും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. കൈയടിച്ചാൽ അംഗീകരിച്ചല്ലോ. ഇനി അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എൻഡോമെൻ്റ് വിതരണമാണ്. ഇരിട്ടി BPC ശ്രീ തുളസീധരൻ മാഷാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രമേശൻ മാസ്റ്റർ, വിദ്യാലയത്തിൻ്റെ 101ാം വാർഷികാഘോഷവും നമ്മുടെ പ്രിയപ്പെട്ട ജസ് ടീച്ചറുടെ സെൻറ്റ് ഓഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യായ പ്രസിഡന്റ് ശ്രീമതി P. ശ്രീമതി, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സരിയിരിക്കുന്ന ജസ് ടീച്ചറിൻ്റെ ശിഷ്യഗണങ്ങളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, കുട്ടികളെ, ഈ ഒരു തൊഴിൽ ഏറ്റവും ഭീതിയോടെ കണ്ട ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ജസ് ടീച്ചറെ പോലെ ഒരു 10-35 വർഷത്തെ സർവീസ് ഈ മേഖലയിൽ ചെയ്യേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു തൊഴിൽ നമ്മുടെ മുകളിലേക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തവും ജനങ്ങളുടെ പ്രതീക്ഷയും കണ്ട് ഭയന്ന് ഈ തൊഴിൽ ചെയ്യാതെ വഴിമാറി നടന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. നാട്ടിലെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. സ്കൂൾ വിട്ട് 5 മണിക്ക് വീട്ടിലെത്തുമ്പോഴേക്ക് കോടതി വ്യവഹാരം തൊട്ട് സകല കാര്യങ്ങൾക്കുമുള്ള അപേക്ഷകളും മറ്റുമായി നാട്ടുകാർ വീട്ടിലുണ്ടാവും. അവരെയൊക്കെ വളരെ നിറഞ്ഞ മനസ്സോടെ തിരിച്ചയക്കുകയും അതിനുശേഷം വായനശാല പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ കഴിഞ്ഞ് രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കൊക്കെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയ രാത്രി 8:30-ക്ക് ശേഷം. കാര്യം എന്താ വെച്ചാൽ ചൂടുള്ള ഭക്ഷണം എല്ലാവരും കഴിക്കണ്ടെങ്കിൽ 12 മണി വരെ ചൂട് നിൽക്കണം. അപ്പോൾ 8:30-ക്ക് ശേഷം മാത്രമേ ഭക്ഷണം ഉണ്ടാക്കൂ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തൊഴിൽ നമ്മുടെ മുകളിലേക്ക് ഏൽപ്പിക്കുന്ന സാമൂഹ്യ ഉത്തരവാദിത്വം എത്രമാത്രമുണ്ട് എന്ന് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ആരും തന്നെ ഈ ജോലിയിലേക്ക് വന്നില്ല. എല്ലാവരും മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് മാറിപ്പോയി. ഏറ്റവും ഇളയവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഈ തൊഴിലിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങിന് പോകാൻ പറഞ്ഞു. ട്രെയിനിങ്ങിന് പോയി. പക്ഷേ ഈ ജോലി ഞാൻ ഏറ്റെടുത്തില്ല. പക്ഷെ ഒടുക്കം സർക്കാർ സർവീസിലേക്ക് സെലക്ഷൻ ലഭിച്ചപ്പോൾ വീട്ടിലുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അതും നീ ജോയിൻ ചെയ്ത് പിറ്റേന്ന് ലീവ് എടുത്ത് പോയിക്കോ എന്ന് എൻ്റെ ഏട്ടൻ
എനിക്ക് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രം ഈ ജോലി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുകയും ഞാൻ സൈൻ ചെയ്തു പോയിട്ട് പിറ്റേന്ന് ഏട്ടനെ വിളിച്ചു, ഏട്ടാ ഇനി ലീവ് എടുക്കാൻ എന്താണ് വഴി? അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എടാ മോനെ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റൂല, നീ ജോയിൻ ചെയ്തില്ലേ, ഇനി 1 വർഷം തുടർന്ന് ചുരുങ്ങിയത് നീ അവിടെ ജോലി ചെയ്യണം, എന്നാലും നിനക്ക് ലീവ് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ 1 വർഷം കാത്ത് ഞാൻ ജോലി ചെയ്തു. ഏട്ടനെ വീണ്ടും വിളിച്ചു 1 വർഷം കഴിഞ്ഞപ്പോൾ, ഏട്ടാ ഞാനിതെങ്ങനെയാണ് ഇത് ലീവ് എടുത്ത് പോകേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഏട്ടാ സർക്കാർ സർവീസിൽ 2 വർഷമാണ് മോനെ, അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഈ ജോലിയിൽ കുടുങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ഏറ്റവും മനോഹരമായ ജോലി അതാണ് ഈ ലോകത്തിലെന്ന് ചോദിച്ചാൽ അത് അധ്യാപനം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്. കാരണം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ശരാശരി കുട്ടികൾ വിദ്യാലയത്തിൽ കഴിയുന്നത് പെൺകുട്ടികൾ 5.5 വർഷവും ആൺകുട്ടികൾ 7 വർഷമാണ് വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം നടത്തുന്നത്. അങ്ങനെ ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു 6 വർഷമാണ് ഇന്ത്യയിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത് 11.5 വർഷമാണ്. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടി 12-ാം ക്ലാസ് വരെ പഠിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യം കേവലം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണമോ അല്ലെ പോളിസിയുടെയോ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതല്ല. പകരം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും സക്രിയമായി ഇടപെടുന്ന അധ്യാപകരുടെ അർപ്പണബോധവും മനസ്സും സാമൂഹ്യ പ്രവർത്തന സന്നദ്ധതയുമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഗൗരവമുള്ള വിഷയമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതും കേരളം ഈ കാണുന്ന രീതിയിൽ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ എപ്പോഴും ലോകത്തിൻ്റെ ഒരു തിലകക്കുറിയായി ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ജെസ്സി ടീച്ചറെ പോലെ വളരെ ആത്മാർത്ഥമായി 36 വർഷം ഈ സേവനം ചെയ്ത് ഇങ്ങനെയുള്ള അസംഖ്യം അധ്യാപകരാണ്. അവർ തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള ആൾക്കാരും ഏറ്റവും തുറന്ന മനസ്സോടുകൂടി ഏത് പ്രതിസന്ധിയുടെ മുന്നിലും ചിരിച്ചുകൊണ്ട് പരിഹാരം നിർദ്ദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർ അധ്യാപകരാണ്. ഒരു പക്ഷേ ഇവിടെ ശ്രീകാന്ത് മാഷ് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞ ആ ചിരി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചതായിരിക്കാം. കാര്യം എത്ര വിഷയവുമായി വരുന്ന ആളെയും ചിരിച്ചുകൊണ്ട് പിടിച്ചിരുത്തി ഒരു ചായ കൊടുക്കുമ്പോഴേക്ക് അവരുടെ മനസ്സിലെ കാലുഷ്യം അലിഞ്ഞലിഞ്ഞില്ലാതാവുകയും അവരെ സന്തോഷമുള്ളവരായി മാറുകയും ചെയ്തത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോട് ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുമ്പോൾ ഒരു ഹൃദയബന്ധം രൂപപ്പെടുന്നത് ഞാൻ എല്ലാ നിമിഷവും ബോധ്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഓരോ അധ്യാപകരോടും രക്ഷിതാക്കളോടുമൊക്കെ ഏറ്റവും നിറഞ്ഞ മനസ്സോടെ എനിക്ക് സംസാരിക്കാനും കഴിയുന്നത്. ഞാൻ എൻ്റെ ഈ ജോലിയിലും അത് പാലിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് 36 വർഷം അധ്യാപകനായി ഇരിക്കുക, ഒരു പ്രദേശത്ത് സേവനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും ഒരു മനുഷ്യർക്ക് പോലും പരാതി ഇല്ലാത്ത രീതിയിൽ പോവുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. അത് ആത്മാർത്ഥമായി നിർവഹിച്ച ജെസ്സി ടീച്ചറെ അഭിനന്ദിക്കുകയല്ലാണ് ചെയ്യുന്ന ടീച്ചറെ. ഹാറ്റ്സ് ഓഫ്. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരുപാട് കുട്ടികളുടെ കലാപരിപാടികൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളുടെയൊക്കെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നത് അങ്ങനെയാണ്. കുട്ടികളുടെ കലാപരിപാടികൾ വൈകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിന് പാത്രമാവാതെ വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ജെസ്സി ടീച്ചർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു ഈ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷത്തിന്. അതുപോലെ തന്നെ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2008 ഞാൻ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി ഇടപെടുമ്പോൾ ഈ ബിൽഡിങ് പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന പാകത്തിലുള്ളായിരുന്നു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷൊക്കെ ചേർന്ന് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു. പലവട്ടം നമ്മുടെ മാനേജറുമായി കണ്ടു, മാനേജറുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഈ ബിൽഡിങ് മാറ്റിയെടുക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യാം സാർ, നമുക്ക് എങ്ങനെയായാലും ഇത് നന്നാക്കി എടുക്കേണ്ട എല്ലാ പിന്തുണയും ഞാൻ നൽകാമെന്ന് പറയുകയും അതുപോലെ തന്നെ ഇവിടെ വന്ന അധ്യാപക സുഹൃത്തുക്കളായ ശ്രീകാന്തും ടീച്ചേഴ്സും ഒക്കെ ഒന്നു ചേർന്ന് നിൽക്കുകയും ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി മനസ്സിനേറെ സന്തോഷം നൽകുന്ന രീതിയിൽ ഈ നാടിൻ്റെ അഭിമാനമായി വിദ്യാലയം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്, അവരുടെയൊക്കെ പിന്തുണയാണ്. അങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെയൊക്കെ പിന്തുണ ഈ വിദ്യാലയത്തിനുണ്ടാവണം. നിങ്ങളുടെയൊക്കെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കണം. വളരെ ഊർജ്ജസ്വലരായ ഒരു അധ്യാപക കൂട്ടായ്മ ഈ വിദ്യാലയത്തിലുണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയ് ഹിന്ദ്. 2023-24 വർഷത്തെ വാർഷിക പരീക്ഷയിൽ 5ാം തരത്തിൽ പഠിക്കുന്ന മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന
എൻഡോമെൻ്റ് ആണ് EK കുഞ്ഞിരാമൻ മെമ്മോറിയൽ എൻഡോമെൻ്റ്, അതുപോലെ PV ലക്ഷ്മിയമ്മ മെമ്മോറിയൽ എൻഡോമെൻ്റ്. EK കുഞ്ഞിരാമൻ മെമ്മോറിയൽ എൻഡോമെൻ്റ് അർഹനായിരിക്കുന്നത് ദേവാനന്ദ് അനിൽകുമാർ. PV ലക്ഷ്മിയമ്മ മെമ്മോറിയൽ എൻഡോമെൻ്റ് ഹരിദ്യാൻ ചന്ദ്ര. എല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. കയ്യടിയുടെ ശക്തി പോരാ. 2023-24 അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിന്റെ LSS പ്രതിഭ അലൻ ഷിജേഷ്, അലനുള്ള ഉപഹാരം ഈ വേദിയിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട BPC തുളസി മാസ്റ്റർ നൽകുന്നതാണ്. അലൻ ഷിജേഷ്. രണ്ടായിരത്തി 22-23 അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിന് നേടിയത് 5 LSS. അവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഹരിദ്യാൻ ചന്ദ്ര, ദേവാനന്ദ് അനിൽകുമാർ, ഫാത്തിമ അബ്ദുറൌഫ്, അനയ് ദേവ്, ഫാത്തിമ അബ്ദുറൌഫ്, അനയ് ദേവ്, ഫാത്തിമത്ത് നസ്വ. പ്രൊഫഷൻസി അവാർഡ് നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി വിമല അവറുകളാണ്. അടുത്തത് പ്രൊഫഷൻസി വിതരണമാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിമല VS സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രമേശൻ മാസ്റ്റർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി, നമ്മളെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ TM തുളസീധരൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ശ്രീകാന്ത് മാസ്റ്റർ, ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള മുരളീധരൻ കൈതേരി, ശ്രീധരൻ, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനിയായ നമ്മളെ പ്രിയപ്പെട്ട HM ജെസി ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട പിഞ്ചു മക്കളെ, സഹോദരി സഹോദരന്മാരെ, കൂടുതൽ സംസാരിക്കണം എന്ന് വിചാരിക്കുന്നില്ല. കാരണം ഒന്ന്, നമ്മളെ ഈ സാംസ്കാരിക സമ്മേളനം ഏറെ വൈകിയാണ് നടക്കുന്നത്. രണ്ട്, നമ്മളെ കുട്ടികളെല്ലാം മേക്കപ്പെല്ലാം ചെയ്ത് കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, ഇനിയും ആളുകൾ കുറച്ചെങ്കിലും 2 വാക്കെങ്കിലും സംസാരിക്കാനുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോൾ സമയം ഇനിയും വീണ്ടും ഒരുപാട് വൈകും എന്നുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെ പള്ളിയം LP സ്കൂളിൻ്റെ 107ാമത് വാർഷികാഘോഷ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ വാർഷികത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവരെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം പ്രിയങ്കരിയായ ജെസി ടീച്ചർ, അദ്ദേഹം ഇവിടെ ഇന്ന് ഈ വിദ്യാലയത്തിൽ ഇന്നല്ല, നമുക്ക് മെയ് 31 വരെ ടീച്ചർ ഇവിടെ ഉണ്ട്. എങ്കിലും ഒരു ചടങ്ങ്, നമ്മളെ റിട്ടയർമെൻറ്റ് ചടങ്ങ് ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ ടീച്ചറെക്കുറിച്ചെല്ലാം ഇവിടെ വിശദമായി എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 36 വർഷക്കാലം നമ്മളെ പള്ളിയം സ്കൂളിലേക്ക് വന്ന ടീച്ചർ 36 വർഷമായി. അപ്പോൾ എനിക്ക് ആലിയാട് സ്കൂളിൽ നിന്ന് വരുന്ന ആ ഭാഗത്തു നിന്ന് വരുന്നതല്ല ടീച്ചറെ പറ്റി ഓർമ്മ. എനിക്ക് ഓർമ്മ, ഉളിയിൽ ബസ്സിറങ്ങി ആ ഒരു പ്രായത്തിൽ 20 വയസ്സിൽ, ഒരു 20ഓ 21ഓ വയസ്സിലായിരിക്കും തോന്നുന്നു, ടീച്ചർ ഉളിയിൽ നിന്ന് നടന്നു വരുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്നും എൻ്റെ മുന്നിലുള്ളത്. നമ്മളെല്ലാം അന്നത്തെ കാലത്ത് ഇങ്ങനെ നടന്നു പോകുന്ന ചുരുക്കം ചില ആളുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിരുന്നു നമ്മളെ ടീച്ചർ.
ടീച്ചർ നടന്നു വരുന്നത് ഉള്ളിൽ നിന്ന് നടന്നു വരുമ്പോൾ നമ്മൾ തെക്കമ്പോയിൽ പോയി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ടീച്ചർ അങ്ങനെ നമ്മളോട് ചിരിക്കും. എന്തെങ്കിലും 2 വാക്ക് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് അന്നൊന്നും എൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. ചെറിയ ആ ഒരു ടീനേജിലാണ് നമ്മൾ 1-2 പേര് ടീച്ചറെ വരുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കാറ്. അപ്പോൾ അത്രയും എന്തോ ഒരു പ്രത്യേകത നമ്മളെ ടീച്ചറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിദ്യാലയത്തിൽ 5 വർഷം ഇവിടുത്തെ വാർഡിൻ്റെ മെമ്പറായി നമ്മളെ ഭരണസമിതി ഈ വർഷത്തോടുകൂടി നമ്മളെ ഭരണസമിതിയുടെ കാലാവധി തീരുകയാണ്. അടുത്ത സാമ്പത്തിക വർഷം ഇതുപോലെ തന്നെ വാർഷിക പരിപാടി ആകുമ്പോഴേക്കും നമ്മളെ ഭരണസമിതിയുടെ കാലാവധിയും തീരുകയാണ്. അപ്പോൾ എന്തു തന്നെയായാലും 5 വർഷം ഈ സ്കൂളിൻ്റെ ഒരാളായി നിൽക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ എന്നിൽ അർപ്പിച്ച കർത്തവ്യം പ്രൊഫഷൻസി അവാർഡ് അവതരണമാണ്. അതിനു വേണ്ടി ഞാൻ അതിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിക്ക്, ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. സ്റ്റാൻഡേർഡ് 4 വേദിക PV. സ്റ്റാൻഡേർഡ് 5 അമയ T. Class toppers. Standard 1 Muhammad Moinuddin. Standard 2 Srilashmi MK. Standard 1 Muhammad Rizwan PP. Standard 1 Muhammad Rizwan. Standard 2 Umar Ali Shihab. പ്രിയമുള്ളവരെ, നമ്മൾ 2 കൈകളും 1 മണിക്കൂറായി താത്തിയിട്ടിച്ച് ഒന്ന് വെച്ചൊന്ന് കൈയടിച്ച് എല്ലാവരും. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമല്ലേ. ഒരു ഒച്ച വരട്ടെ, ഒരു അനക്കം വരട്ടെ ഗ്രൗണ്ടിൽ. Standard 2 Umar Ali Shihab PK. Muhammad Ishaq K. Standard 3 Sarvasri Damodaran. Aisha PP. Aisha Noora NK. Standard 4 Hiba Fatima KP. Faisan Fasal MK. Jasa Fatima K. Kaila Sagar. Jasa Fatima K. Kaila Sagar. Shivanjana Prasad. Mariam KS. Standard 5 Raya Fatima. Alan Shijesh. Tanmaya CP. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇതൾ എന്ന ഒരു കയ്യെഴുത്തു മാസിക സ്കൂളിലുണ്ടാക്കി നമ്മുടെ കുട്ടികളുടെ കഥകളും കവിതകളും എഴുതിയ മാഗസിൻ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീമതി വിമല അവറുകളാണ്. മാഗസിൻ തുളസി സാറിന് നൽകി ആ മാഗസിൻ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. അടുത്തത് ആശംസകളാണ്. ആദ്യമായി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ സ്കൂളിൻ്റെ വികസന കൺവീനറും ഈ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാനും കൂടിയായ CTM രമേശ് മാസ്റ്റർ, നമ്മുടെ പ്രധാന അധ്യാപിക ജെസി സെബാസ്റ്റ്യൻ,
നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി ശ്രീമതി, തില്ലങ്കേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ വാർഡ് മെമ്പറും കൂടിയായ ശ്രീമതി വി വിമല, ശ്രീ ടി എം തുളസീധരൻ സാർ, സ്കൂൾ മാനേജർ പി കെ സുധീന്ദ്രൻ, ഈ വേദിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ കൈതേരി മുരളിയാട്ടൻ, ശ്രീ ശ്രീധരാട്ടൻ, ഈ സ്കൂളിൻ്റെ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീ പി ധന്യ, ഈ ചടങ്ങിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന രജിത കെ വി, ഈ സ്കൂൾ ലീഡർ മാസ്റ്റർ ആദിൽ വി കെ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റുമാർ, മുൻ മദർ പി ടി എ പ്രസിഡന്റുമാർ, പി ടി എ ഭാരവാഹികൾ, ഇത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥികളെ, 107ാമത് ഈ സ്കൂളിൻ്റെ വാർഷികവും 36 വർഷക്കാലം നമ്മുടെ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് നമ്മോട് യാത്ര പറയുന്ന ശ്രീമതി ജെസ്സി സെബാസ്റ്റ്യൻ്റെ യാത്രയപ്പവും സമ്മേളനമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ വേദിയിൽ കൂടുതലൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം നമ്മുടെ കുട്ടികൾ 1 മണിക്കൂർ മേലെയായി മേക്കപ്പെട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു പ്രസംഗം അതിപ്രസംഗമായിരിക്കും എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. എനിക്ക് 2 കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഈ സ്കൂളിൽ 10 വർഷക്കാലമായി ഈ സ്കൂളിൽ പി ടി എ മെമ്പറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7 വർഷത്തോളം ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് പറയാനുള്ള സാഹചര്യം 2018 മാർച്ച് മാസം നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മാറ്റുന്നതിനാവശ്യമായ ഒരു സംഘാടന സമിതി രൂപീകരിക്കുകയും ആ സംഘാടന സമിതിയുടെ ഭാഗമായി നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ വീടുകളും കയറി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ സംഘാടന സമിതിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും പരമാവധി നാട്ടുകാർ സഹകരിച്ചുകൊണ്ട് ആ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ കമ്മിറ്റി ഉണ്ടാക്കുന്ന വേളയിൽ നമ്മുടെ തെലുങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായത് ശ്രീ പി പി സുഭാഷായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സുഭാഷായിരുന്നു ഈ സ്കൂളിൻ്റെ തർക്കല്ലിടൽ. അപ്പോൾ സുഭാഷ് അന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയാണ്. സുരേഷായിട്ടായിരുന്നു നടക്കുമോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രസിഡൻ്റെ ഇത് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ തർക്കലിടുന്നത്, അത് നടന്നിരിക്കും. എനിക്ക് പക്ഷേ മനസ്സിൽ പ്രയാസമായിരുന്നു പറയുമ്പോൾ തന്നെ. എനിക്കുള്ള ധൈര്യം ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ സംഘാടന സമിതി ചെയർമാൻ ശ്രീ ടി എൻ രമേശ മാസ്റ്ററും ഇപ്പോൾ നമ്മൾ യാത്രയപ്പ് ചോദിക്കുന്ന ശ്രീ ജെസ്സി സെബാസ്റ്റ്യൻ ആയിരുന്നു. പറയാനെടുക്കാൻ വയ്യ. അപ്പോൾ ആ ഒരു കമ്മിറ്റി ഈ രീതിയിലാവുകയും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടുകൊണ്ട് കെട്ടിടം നല്ല രീതിയിൽ പണിയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. അതൊരിക്കലും ഞാൻ മറക്കുകയുമില്ല. അതുപോലെ തന്നെ LKG UKG സംവിധാനം വരികയും ഞാൻ പി ടി എ പ്രസിഡൻ്റായിരിക്കുന്ന വേളയിൽ തന്നെയാണ്. ആയതിനാൽ എനിക്ക് അതും സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ദുഃഖം ഉണ്ടാവുന്നത് 10 വർഷക്കാലം ഞാൻ മെമ്പറായിരുന്ന രീതിയിലും ആ 10 വർഷക്കാലം ഇപ്പോഴത്തെ HM ജെസ്സി ടീച്ചർ യാത്ര പറയുന്ന ഈ വേളയിൽ കൂടുതലൊന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്താണ് വാക്ക് ഉപയോഗിക്കേണ്ടതെന്നും വല്ലാത്ത പ്രയാസത്തിൽ ഞാൻ വേദിയിൽ ഇരിക്കുന്നത്. ഞാനും ടീച്ചറും വേദിയിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് സങ്കടം. അപ്പോൾ ടീച്ചറുടെ നല്ല രീതിയിലുള്ള ടീച്ചറുടെ കുടുംബസഹിതം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ടീച്ചർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. അടുത്തത് ആശംസ ശ്രീ മുരളീധരൻ കൈതേരിയാണ്.
അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാന അധ്യാപിക ജെസ് ടീച്ചർ മാർച്ച് 31 പിരിയുകയാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പറയുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈകാരിക ബന്ധം നമ്മളെ കുടുംബവുമായിട്ട് ടീച്ചർക്കുണ്ട്. എൻ്റെ ഒരു പെങ്ങളാണല്ലോ കാർത്തികൻ ടീച്ചർ. കാർത്തികൻ ടീച്ചർ കൂടെ 89 മുതൽ ഇങ്ങോട്ട് രാവിലെ 7 മണിക്ക് 2 ടീച്ചറും പുറപ്പെടും. പായത്ത് കാർത്തികൻ ടീച്ചറും ഉളിയിൽ 2 പേരും സംഗമിച്ച് ഉളിയിൽ നിന്ന് വരുമ്പോൾ ഇളയമയായ എൻ്റെ അമ്മയെ കാണുന്നതിന് വേണ്ടി ഏച്ചി അവിടെ കയറും. ആ സമയത്ത് ടീച്ചറും വീട്ടിൽ വന്നിട്ട് നല്ല ദോശയുണ്ടാവും, എന്തെങ്കിലും കറിയുണ്ടാവും. നമുക്കൊന്നും തന്നില്ലെങ്കിലും കാർത്തികൻ ടീച്ചർ രാവിലെ എണീറ്റ് വരുന്നില്ല മോനെ, എൻ്റെ പെങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഏച്ചിക്കും ടീച്ചർക്കും നമുക്കെല്ലാം ഒരു ദോശയായിരിക്കും. ടീച്ചറെ ഇരുത്തിയിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്, എനിക്കറിയാലോ. ആ ദോശ എന്നാൽ മാത്രമേ എനിക്കൊന്ന് ടീച്ചർക്കും എൻ്റെ കുഞ്ഞേച്ചിക്കും ഇങ്ങോട്ട് കയറാൻ വേണ്ടി കഴിയൂ. ഇന്നത്തെ പോലെയല്ലല്ലോ, റോഡില്ലല്ലോ, എലിക്കുന്നാണല്ലോ. ആ കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഏച്ചിലാട് ബാലകൃഷ്ണൻ്റെ വീട്ടിൻ്റെ അതിലേക്ക് കൂടി കയറുന്ന എലിക്കുന്നാണ് 89 ആ കാലഘട്ടത്തിനകത്തെല്ലാം. ബഹുമാനായ രമേശ് മാഷാണ് ആ സമയത്തെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നീട് നടന്ന വികസന പ്രവർത്തനവും കാര്യമെല്ലാം നമുക്ക് തില്ലങ്കേരിയുടെ തിലകക്കുറിയായി മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മഹാസഞ്ചയം പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ, പ്രിയപ്പെട്ട എൻ്റെ അമ്മമാർ, പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ, പ്രിയപ്പെട്ട എൻ്റെ പള്ളിത്തിനകത്തുള്ള സഹോദരി സഹോദരന്മാരെല്ലാവരും ടീച്ചർക്ക് നൽകുന്ന ആദരം എന്നുള്ള രീതിയിൽ ആവേശപൂർവ്വം നിറഞ്ഞ 1000 കയ്യടി കൊടുക്കണമെന്ന് മാത്രമാണ് ഈ ആശംസയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നിറഞ്ഞ കയ്യടി. വേറെ എന്താ ടീച്ചറെ നമുക്ക് വേണ്ടത്? പള്ളിയത്തിൻ്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കി സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീകാന്ത് മാഷ്, ഈ തില്ലങ്കേരിയുടെ ഹൃദയ തുടിപ്പ് മനസ്സിലാക്കി പള്ളിയത്തിനകത്ത് 36 വർഷക്കാലം സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഇന്ന് പടിയിറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ജെസി ടീച്ചർ, അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാരെല്ലാം ഈ നിറഞ്ഞ സഞ്ചയം എന്ന് പറയുന്നത് ടീച്ചർക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ ആദരമാണ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. ടീച്ചറുടെ ശിഷ്ടജീവിതം സേവനപാതയിലൂടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുത്ത തുളസീധർ സാർ ഉൾപ്പെടെ, ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ഉൾപ്പെടെ, പ്രിയപ്പെട്ട ശ്രീകാന്ത് മാഷയുടെ കുടുംബം എന്നുള്ള രീതിക്കകത്തേക്ക് കുട്ടിയപ്പ മാഷ് ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ സ്റ്റേജിൽ നിന്ന് കാണുന്നുണ്ട്. കുട്ടിയപ്പ മാഷും എൻ്റെ കുഞ്ഞേച്ചിയും, അതായത് കാർത്തികൻ ടീച്ചറും ഒരുമിച്ചാണ് പഠിച്ചത് എനിക്കറിയാം. തുടർന്ന് ശ്രീകാന്ത് മാഷ് ഈ സ്കൂളിൻ്റെ അവസരത്തിൽ ഈ പള്ളിത്തിൻ്റെ കണ്ണിങ് റിംഗ് മാസ്റ്ററായി പ്രവർത്തിക്കാനും ഈ വിദ്യാലയത്തിനകത്ത് ഉത്തരോത്തരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി ഈ വിദ്യാലയത്തിലെ അധ്യാപകന്മാരും PTA മദർ PTAയും എല്ലാം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു മഹാസൗധം ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഈ അക്ഷയഖനി അണയാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം, കടമ, അർപ്പണ മനോഭാവം പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർക്കാണ്. അതിനെ കൈപിടിച്ചുയർത്താനും അക്ഷരവീതിയിലൂടെ അറിവിൻ്റെ മഹായാനത്തിലേക്ക് ആയിരങ്ങളുടെ തുമ്പത്ത് അല്ലെ ആയിരങ്ങളുടെ മുഖത്ത് അക്ഷരം പകർന്നു കൊടുത്ത ബഹുമാന്യ ടീച്ചർക്ക് ആദരം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് സ്നേഹപരമായ അഭിവാദ്യങ്ങൾ. അടുത്ത ആശംസ ശ്രീ MV ശ്രീധരനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ രമേശ മാസ്റ്റർ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഒരു സാധാരണഗതിയിലുള്ള ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു സദസ്സ് ഏത് തരത്തിലാണ് എന്ന് നമുക്കൊക്കെ അനുഭവങ്ങൾ പല തരത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മറിച്ച് ജെസി ടീച്ചർക്ക് നൽകുന്ന യാത്രയയപ്പ് ചടങ്ങിൻ്റെ
ഒരു മഹത്തായ ചടങ്ങിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം വളരെ സമന്വയത്തോടുകൂടി നല്ല മനോഭാവത്തോടു കൂടി യാതൊരു തരത്തിലുള്ള ഒച്ചയോ ബഹളോ ഇല്ലാതെ ഇത്രയും സമയം ഇവിടെ ഇരുന്നത് തന്നെ ജെസി ടീച്ചറോട് കാണിക്കുന്ന ആദരവാണ് എന്ന് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, തില്ലങ്കേരി പഞ്ചായത്തിലെ പള്ള്യം പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു കാലത്ത് പള്ള്യം. പള്ള്യത്തിന് ഈ നിലയിൽ എത്തിച്ചത് ഈ വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ ഇതുപോലുള്ള ഇതുപോലുള്ള അധ്യാപകരുടെ പ്രവർത്തനമാണ് ഈ നാട്ടിനെ ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമാക്കി എടുത്തത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് വൈകി, നേരത്തെ ഒരു കുട്ടിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് നമുക്ക് ഒക്കെ ഉണ്ടായ ഒരു വ്യസനവും വ്യാധിയും ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത, നമ്മളെ നാടിൻ്റെ ഒരു പ്രത്യേകത. ആരിക്കാന്ന് എന്താന്ന് വരെ മനസ്സിലാക്കാതെ വളരെ സങ്കടത്തോടു കൂടി ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത ഒരു ജനസമൂഹമാണ് ഈ പള്ള്യത്തേത് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റ് കാര്യങ്ങളേക്കൊന്നും നടക്കുന്നില്ല. ടീച്ചർക്ക് 1000 ആശംസകൾ നേരുന്നു. വിശ്രമ ജീവിതം വളരെ വിശാലമായ പൊതു സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സ്റ്റാഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി മുഫീദ പി വി സംസാരിക്കും.